ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും വളരെ രുചിയോടും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ ചായക്കടി ഒക്കെ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ബ്രെഡും മുട്ടയും കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ പതപ്പിച്ചെടുക്കാം. കോഴിമുട്ട നല്ല രീതിയിൽ പതപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പശുവിൻ പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് നമുക്കിങ്ങനെ വിസ്ക് ഉപയോഗിച്ച് ഒന്നുകൂടി പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മധുരം ചേർക്കാം. പഞ്ചസാരയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കൂടാതെ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യം 4 കഷ്ണം ബ്രെഡാണ്. അതെടുത്ത് ഇങ്ങനെ ചതുര ആകൃതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കലക്കി വെച്ച പാലിൻ്റെയും കോഴിമുട്ടയുടെയും മിശ്രിതം 2-3 കയ്യിലെടുത്ത് നമ്മൾക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ അടുക്കി വെക്കാം. നമ്മൾ മുറിച്ച 4 ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു 2-3 കയ്യിൽ ബാലൻസ് ഉള്ള കോഴിമുട്ട പാല് മിശ്രിതം നമുക്കിതിൽ മുകളിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ നമുക്കിത് റെഡിയായി കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാരക്ക കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. കൂടാതെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. പാലും കോഴിമുട്ടയും കാരക്കയും നേന്ത്രപ്പഴം കൂടി ഉള്ള ഈ സ്നാക്സ് വളരെ രുചിയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ റെഡിയാകും. ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നൊന്ന് ചെറിയ രീതിയിൽ അമർത്തി കൊടുക്കാം. ഇത് ശരിക്ക് വേവായിട്ടില്ല. നമുക്ക് ഇതൊന്നുകൂടെ മൂടി വെച്ചുകൊണ്ട് വേവിക്കാം. ഏതാണ്ട് 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊരു സൈഡ് വെന്ത് കിട്ടും. മറ്റേ ഭാഗവും നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊണ്ട് വേവിക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം മറുഭാഗത്തേക്ക് ഇട്ടാൽ മതിയാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമായി സ്നാക്ക് കഴിക്കാനായിട്ട് വളരെ രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.